ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഏലാഞ്ചിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 15 ബദാം പരിപ്പ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 10 കാഷ്നട്ടാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ട് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതൊന്ന് റോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. തേങ്ങ നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു റോബസ്റ്റ പഴം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവട്ടെ ഈ ഒരു സ്നാക്സിന്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഇത് നോമ്പ് തുറയുടെ സമയത്തൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതെ നന്നായിട്ട് തന്നെ ഇത് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നല്ലോണം തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ളൊരു ദോശ കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ മിക്സിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ബൗളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. എളുപ്പത്തിന് ഇത് നമുക്ക് മിക്സിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ദോശമാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാനായിട്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഓരോ തവി മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എത്രത്തോളം നമുക്കിത് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നല്ല നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരല്പം ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡും ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഇതുപോലെ ചുട്ടെടുത്ത ഉടനെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇത് ചുരുട്ടിയെടുക്കണം കേട്ടോ. ചൂടോടെ തന്നെ ചെയ്താലാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് ചുട്ടെടുത്ത ശേഷം ഉടനെ തന്നെ ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതുകൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇവിടെ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നല്ല ടൈറ്റായിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക. പൊട്ടി പോകുന്നില്ല കേട്ടോ. മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചുരുട്ടിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിലൊക്കെ ചെയ്യാനറിയാമെങ്കിൽ അതുപോലെയൊക്കെ ചെയ്തോട്ടോ. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ ദോശ ചുട്ടെടുത്തിട്ട് ലാസ്റ്റ് ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഓരോ ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നിറച്ചിട്ട് ഇതുപോലെ ചുരുട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്നാക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ട് ഇതിന് ഏലാഞ്ചി, മുട്ടക്കുഴലപ്പം, മയ്യത്തപ്പം, അതുപോലെ തന്നെ ലവ് ലെറ്റർ അങ്ങനെയൊക്കെ പറയട്ടെ ഈ ഒരു സ്നാക്സിന്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.